ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൂസ് കിച്ചൻ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കാട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓറിയോ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഗണാഷ് കേക്കാണ്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പാല്, ഗണാഷ് ചെയ്യാനുള്ള ചോക്ലേറ്റ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ്സ്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ച് അടത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഫുള്ളായിട്ട് ഒഴിച്ചാൽ കട്ട കുത്തിപ്പോവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് നല്ല കേക്ക് ബാറ്റർ ആക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലൊക്കെ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കേക്ക് ടിന്നിൻ്റെ അളവിൽ മുറിച്ച ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യരുത്, കേക്കിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞു പോകും. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ് ഇറക്കി വയ്ക്കാം. അതിലോട്ട് നമ്മുടെ കേക്ക് ടിന്ന് നമുക്ക് ഇറക്കി വയ്ക്കാം. മൂടി വെച്ച് ഒരു 35-40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. ഇടയ്ക്കൊരു നൈഫ് വെച്ചോ സ്റ്റിക്ക് വെച്ചോ കുത്തി നോക്കുക ബേക്കായോ എന്ന്. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. നമുക്കിവിടെ ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് വെള്ളം ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഞാനൊരു പാത്രത്തിൽ ചോക്ലേറ്റ് മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പാൽ കൂടി ഒഴിച്ച് ഞാൻ മെൽറ്റ് ചെയ്യാണ്. നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഗണാഷ് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല സിമ്പിളാണ് കേക്ക് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാൻ മുകളിൽ ഡയറി മിൽക്ക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പിയായിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് ഫർഹാന മുസ്തഫ സൈനിങ് ഓഫ് ഇന്നൂസ് കിച്ചൻ. Thank you.